എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, UDF അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ നമ്മുടെ കേരളം ഭരിക്കും. അടുത്തത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയാണ് ആവാൻ പോകുന്നത്. ഇങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഏറെ കാലമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം ഹിന്ദുക്കൾ മാത്രമാണ്. പച്ചയ്ക്ക് വർഗീയതയാണ് ഞാൻ പറയുന്നതിനോട് കൂട്ടിക്കൊള്ളൂ. ഹിന്ദുക്കൾ മാത്രമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെയധികം എണ്ണം കുറഞ്ഞ ഒരു മുസ്ലിം വിഭാഗത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൂപ്പരങ്ങാൻ നമ്മുടെ കേരളം അങ്ങോട്ട് ഭരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടാവോ? ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മതേതരമായി ചിന്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മതേതരമായി ചിന്തിക്കാത്ത ചില ആളുകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മുടെ ശശികല എന്ന് പറയുന്ന KP ശശികല കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ നിങ്ങളോട് പറയാൻ കാരണം. അതൊന്നും ഇങ്ങനെയാണ്. നോക്കൂ, VD സതീശനെ പിന്തുണച്ച നടപടി, സാദിഖലി തങ്ങൾ അഭിപ്രായ പ്രകടനം അനുചിതം, മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾ പരസ്യ അഭിപ്രായം പറയേണ്ട, കോൺഗ്രസിൽ അമർഷം എന്ന് പറഞ്ഞ ഒരു സംഗതി റിപ്പോർട്ടറിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതിന് ഈ ശശികല KP എഴുതി വെച്ചിട്ട് ഇങ്ങനെയാണ്: അമർഷമുണ്ടെങ്കിൽ പല്ലുറക്കെ കടിക്കാനെ പറ്റൂ കോൺഗ്രസെ, തല അവരുടെ കക്ഷത്തല്ലേ എന്നാണ്. ആരാണ് സുഹൃത്തുക്കളെ ഈ അവർ? അതറിയണമെങ്കിൽ ഒന്നുകൂടി താഴത്തോട്ട് നമ്മളൊന്ന് പോകണം. തൊട്ട് താഴത്ത് ഒരു 22 മണിക്കൂർ മുമ്പ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനും ഒരു 22 മണിക്കൂർ മുമ്പ് നമ്മുടെ KP ശശികല ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അസല് തീവ്രവാദ പോസ്റ്റാണ് ഈ സംഗതി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. നിങ്ങൾക്കും ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞ് ഡൗട്ടൊന്നും ഉണ്ടാവില്ല. നോക്കൂ, UDFും സതീശനും ജയിച്ച് സതീശൻ മുഖ്യമന്ത്രിയായാൽ സതീശൻ ലീഗിന്റെ ചരടിൽ കെട്ടിയ പാവ മാത്രമാകും. അതായത് ലീഗാണ് ഇനി നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്നത് എന്നർത്ഥം. ഭരണം ലീഗ് തന്നെയായിരിക്കും. UDF മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ലീഗ് അറിയാതെ നിയമിക്കരുന്ന തിട്ടൂരവ് വന്നു കഴിഞ്ഞു. അതായത് ലീഗുകാരറിയാതെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ പോലും വെക്കരുതെന്നുള്ള ഒരു സംഗതി ലീഗുകാർ പറഞ്ഞിട്ടുണ്ട്. തോന്നിയതുപോലെ ആളുകളെ നിയമിക്കരുത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു കാലത്ത് VD സതീശന്റെ നയങ്ങളും പ്രവർത്തനങ്ങളും ലീഗിന്റെ പാവയായിട്ടു തന്നെയായിരുന്നു. ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. ഞാൻ അതിങ്ങനെ കാണിക്കുന്നതായി ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നുണ പറയാന്നേ. ആ വാക്ക് ചില്ലറ അപകടമല്ല. ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. KP ശശികല കൃത്യമായിട്ടും തന്നെ പറയുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന് തന്നെയാണ്. ലീഗ് മുഖ്യമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മുസ്ലിം മുഖ്യമന്ത്രിയാണ്. ലീഗിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിങ്ങളാണ്. അപ്പൊ ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് എന്തോ വലിയ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥം. ഇതൊക്കെ കേട്ടിട്ടും ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാതെ കുറെ മാധ്യമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള സംഗതിയാണ്. ഒരു മാധ്യമം മാത്രം ഇതിനെതിരൊന്ന് ചെറുതായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ അവസാനം കാണിക്കാം. എനിക്ക് അവരോട് വളരെയധികം സ്നേഹമുണ്ട്. ഒരു മാധ്യമം മാത്രം. നോക്കൂ, ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. എന്താ ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായാൽ? ഒരു പക്ഷേ കേരളത്തില് വളരെ കുറച്ചു കാലം മാത്രം ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് അത് CH ആണ്. നമ്മളെല്ലാം ബഹുമാനത്തോടു കൂടി കാണിക്കുന്ന CH, നമ്മുടെ മുന്നിൽ സാഹിബിന്റെ ഉപ്പ. അദ്ദേഹമായിരുന്നു നമ്മുടെ കേരളത്തിലെ കറ കളഞ്ഞ ഒരു മുസ്ലിം ലീഗുകാരൻ നമുക്ക് പറയാം. ഈ ഭരണമെല്ലാം കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകാൻ പോലും കയ്യിൽ പൈസ ഇല്ലാതിരുന്ന മനുഷ്യനാണ്. ഒരു പത്രം നടത്താൻ വേണ്ടിയിട്ട് തന്റെ പറമ്പ് മുഴുവൻ വിറ്റ മനുഷ്യനാണ്. ഏകദേശം അതേ സ്വഭാവം തന്നെ മകനുള്ളത്. എല്ലാം പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് മകൻ നടക്കുന്നത്. എന്തായാലും പാർട്ടി ആ സ്നേഹം അദ്ദേഹത്തോട് കാണിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് നമുക്കത് മറക്കാൻ കഴിയില്ല. നോക്കൂ, ഈ KP ശശികല എന്ന് പറയുന്ന ഹിന്ദുത്വ ശക്തികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഇവർ എഴുതി വെച്ചിരിക്കുന്നതാണ്: ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. 1906 ലീഗ്, 1946 ഡയറക്റ്റ് ആക്ഷൻ നടത്തിയ ലീഗ്, 1947 ഇന്ത്യയെ വെട്ടിമുറിച്ച ലീഗ്. എപ്പ വെട്ടിമുറിച്ച്? ആർക്ക് വേണ്ടി വെട്ടിമുറിച്ച്? അതേ ജനിതക സ്വഭാവം അതേ രക്തവും പേറുന്നത് തന്നെയാണ് ഇന്നത്തെ ലീഗ്.
ഇന്ത്യൻ എന്ന പുതിയ ലേബൽ ഒട്ടിച്ച പഴയ പാകിസ്ഥാൻ മീഞ്ഞതിന് പുതിയ ലീഗ്. മുസ്ലിം ലീഗുകാര് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനികളാണ്, പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണെന്ന് KP ശശികല ഇത് ഉറച്ചു വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെയാണ് അപകടം. ഇത്തരം ആളുകൾ ആരെങ്കിലും നമ്മുടെ കേരളം ഭരിക്കേണ്ട ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ, കേരളത്തിൽ ആദ്യം ആക്രമിക്കപ്പെടുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ 100% അത് മുസ്ലിം ലീഗായിരിക്കും. ഒരു സംശയവും വേണ്ട. എന്നെ പിടിച്ചുകൊണ്ടിട്ട് ഞാൻ ലീഗുകാരനൊന്നും ആക്കണ്ട കേട്ടോ. ഞാൻ ലീഗുകാരനൊന്നല്ല. ഞാൻ അസല് ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇടതുപക്ഷമാണ് നല്ല പക്ഷമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഇടതുപക്ഷമാണ് നല്ല പക്ഷമെന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് മുസ്ലിം ലീഗും ഇവിടെ വേണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ആ മുസ്ലിം ലീഗ് എന്തോ വലിയ അപകടകരമാണ്. ഇവിടെ ഒരു മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ ഒരു മുസ്ലിമിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി കഴിഞ്ഞാൽ കേരളം അങ്ങോട്ട് നശിച്ച് നാറാണക്കല്ലാവും എന്നാണ് ഈ KP ശശികല അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത്. പുള്ളി മറയ്ക്കാൻ പുള്ളിപ്പുലി പലതും ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ പുട്ടിയിട്ടാലൊന്നും പോകുന്ന പുള്ളിയല്ലാതെ എന്നാണ് ഇവിടെ പറഞ്ഞത്. സാദിഖ് അലി ശിഹാബ് തങ്ങളിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് ആയമ്മ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ VD സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് സാദിഖ് അലി തങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ പിന്തുണയ്ക്കേണ്ട ഒരു ഘടകക്ഷിയല്ലേ? സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വരുമ്പോഴും ഘടകക്ഷികളായിട്ടുള്ള നേതാക്കന്മാർ അതിനെ പിന്തുണയ്ക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു. സോ വാട്ട്? അതുകൊണ്ട് എന്താ പ്രശ്നം? പക്ഷെ അതുകൊണ്ട് ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് ഒരു രക്ഷയില്ല. അതിന് താഴത്ത് ഒരാൾ എഴുതിയിട്ടുണ്ട്, VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായി ചെയ്യാൻ പോകുന്ന വർഗീയ വിഷം തുപ്പുന്ന ശശികലയെ പിടിച്ച് കൂട്ടിലാക്കി കാട്ടിൽ സർപ്പങ്ങളോടൊപ്പം കൊണ്ടുവിടാൻ വനപാലകർക്ക് ഉത്തരവ് ഇറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. ഞാനീ പറയുന്ന ഞാനുണ്ടല്ലോ, എൻ്റെ പേര് സനൂപ് ധാവോ, ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദുവായിട്ടുള്ള ഞാൻ പറയുന്നു, കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഒരു ചുക്കുണ്ടാവാൻ പോകുന്നില്ല. കേരളം എങ്ങനെയാണോ ഇത്ര കാലം ഹിന്ദുക്കളെ കൊണ്ട് ഭരിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഹിന്ദുക്കളെ കൊണ്ട് ഭരണം ഉണ്ടായിട്ട് പിണറായി വിജയൻ ഹിന്ദുവാണ് അല്ലേ? VS അച്യുതാനന്ദൻ ഹിന്ദുവാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യനാണ്. ഇസ് എനി പ്രോബ്ലം ദേർ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. കേരളം വളരെ മാന്യമായിട്ട് സുന്ദരമായിട്ട് വളരെ ബഹുത്വ സുന്ദരമായിട്ട് തന്നെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ, അച്യുതൻ എന്നൊക്കെ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ദൈവത്തിന്റെ പേരെന്ന് പറയാം അല്ലേ? അച്യുതാനന്ദ ഗോവിന്ദ മാധവ അങ്ങനെ എന്തൊരു പാട്ടുകളൊക്കെ ഉണ്ട്. പിണറായി വിജയൻ പോലും ഏതെങ്കിലും ദൈവത്തിന്റെ പേരിന്റെ ഇതൊക്കെ ആയിരിക്കും, പര്യായതൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ പേരുകൾ പേർന്ന് ഇത്തരം ആളുകൾ കേരളത്തിൽ ഉണ്ടായിട്ടും അവർ ഭരിച്ചിട്ടും മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മുസ്ലിം ജനതയിൽ നിന്ന് ഒരാൾ ഇവിടെ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏറ്റവും സുന്ദരമായ സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ മുഗളന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടമാണ്. മുഗളന്മാർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. മുഗളന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ മഹാരാജ്യം സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു വരിക. ഏറ്റവും സുന്ദരമായ കാലഘട്ടത്തിലൂടെ ആയിരുന്നു. വേണമെങ്കിൽ അവർക്ക് അന്ന് തീരുമാനിക്കാം, അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന മുഗളന്മാർക്ക് വേണമെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ഈസിയായിട്ട് നടക്കില്ലേ? എന്തവർ ചെയ്തില്ല. അങ്ങനെ ഒരു മതചിന്തയുള്ള ആളുകൾ ആയിരുന്നില്ല കേരളത്തിൽ. മുസ്ലിം ലീഗരും അങ്ങനെ ഒരു തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ ചാപ്പ കുത്തുന്നതും ഇത്തരക്കാരെ ഇങ്ങോട്ട് എവിടേക്കാണ് മണ്ണാറടക്കാൻ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കേണ്ട ആളുകളാണ് ഇവർ എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കഷ്ടമാണ്. ഇവരെ എഴുത്ത് എന്തൊരു ഭീകരമാണെന്ന് ആലോചിക്ക്. ഒരു ലീഗ് മുഖ്യമന്ത്രി ഉണ്ടാക്കുന്ന അപകടം ചെറുതായിരിക്കില്ല. അറിഞ്ഞോ അറിയാതെയോ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇത്തരം വാക്കുകളൊക്കെ ആഴത്തിലിറങ്ങും. മുസ്ലിങ്ങൾ എന്തോ വലിയ പ്രശ്നപ്പെട്ട ആളുകളാണെന്നുള്ള ചിന്താഗതി ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷം ഒറ്റയടിക്ക് കയറ്റിയിട്ട് തീർക്കുന്നതിനേക്കാൾ ചില ആളുകളൊക്കെ ആഗ്രഹിക്കുക പതുക്കെ വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ കയറ്റുന്നതായിരിക്കും. അങ്ങനെ ആകുമ്പോഴേ അതുകൊണ്ട് ഉറച്ചു പോകും.
സുഹൃത്തുക്കളെ, അഭിപ്രായങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ബൈ. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളൊരു ചെറിയ യൂട്യൂബ് ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇത്തരം ആളുകളൊക്കെ ഇതിനെ പറയുമ്പോൾ എന്തോരം പ്രശ്നം ഉണ്ടാവും അറിയില്ലേ. അപ്പം ഇന്നലെ സബ് ചെയ്തിട്ട് പരമാവധി ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഒരുപാട് സ്നേഹത്തോടെ നിർത്തട്ടെ. ബൈ.